ആപ്കി അദാലത്തിൽ ഗസലിന്റെ രാജാവ് ഗുലാം അലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു സ്വാർത്ഥനാണ് എന്നുള്ളതാണ്. ഗുലാം അലി സർ, 1980 താങ്കൾ വരുന്ന സമയത്ത് 15 ദിവസത്തിൽ താങ്കളുടെ 8 ഷോയാണ് നടന്നത്. അതെ, സത്യമാണ്. ഇന്ത്യയിലുള്ള ജനങ്ങൾ താങ്കളെ സ്വീകരിച്ചു, അവർ കൈയടിച്ച് സ്വാഗതവും ചെയ്തു. പക്ഷേ ഒരു ദിവസം പോലും താങ്കൾ ആലോചിച്ചില്ലല്ലോ ഇവിടെയുള്ള ഇന്ത്യൻ പാട്ടുകാർ അവിടെ പാകിസ്ഥാനിൽ പോയി ഒരു പ്രാവശ്യമെങ്കിലും പാടണമെന്ന്. അതായത് ഈ വർഷം ഒരു 4 സിംഗേഴ്സ് പോയിട്ടുണ്ട്. പിന്നെ ജഗ്ജീത്ത് ഒരു 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അതൊരു 6 മാസത്തിലായിരിക്കും. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു റിട്ടേൺ പോളിസി ഉണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലായി, ഒരു അൺറിട്ടേൺ പോളിസി ഉണ്ട്. പറഞ്ഞോളൂ. അത് പേപ്പറിലൊന്നും എഴുതില്ല. അതായത് ഇന്ത്യയിൽ നിന്നൊരു പാട്ടുകാരൻ അവിടെ വരികയാണെങ്കിൽ അവനെ വളരാൻ വിടരുതെന്ന്. അങ്ങനെയൊന്നുമല്ല. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ പറയണമെങ്കിൽ അവിടെ സർക്കിൾ വളരെ ചെറുതാണ്, ഇവിടുത്തെ സർക്കിൾ കുറച്ച് വലുതാണ്. അതുകൊണ്ടാണ് മാക്സിമം ഇവിടെയുള്ള സിംഗേഴ്സ് സത്യത്തിൽ ഇവിടെ തന്നെ ഒരുപാട് അങ്ങോട്ട് ബിസി ആയി പോകും. താങ്കൾക്കൊരു ഉദാഹരണം ഞാൻ പറയാം. ശുഭ മുക്തൽ. അതെ അതെ, അവർ പാകിസ്ഥാനിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ അവസാന നിമിഷം അവരുടെ വിസ ക്യാൻസൽ ചെയ്തു. ആ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അങ്ങനെ അറിയില്ല. അതിനുശേഷം ഇന്ത്യയിലുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടി ചേർന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് ഒരു എഴുത്തെഴുതി. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഞങ്ങൾക്ക് അവിടെ പോയി പാടാനുള്ള അനുവാദം ഇല്ലെങ്കിൽ അവിടെയുള്ള പാട്ടുകാർ ഇവിടെ വന്ന് പാടാനുള്ള അനുവാദം നൽകരുതെന്ന് പറഞ്ഞു. അതെ അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അവിടെയും പെർമിഷൻസ് വേണം, ഇവിടെയും പെർമിഷൻസ് വേണം. പക്ഷെ എന്താ പറയുന്നതെന്ന് വെച്ചാല് എല്ലാ സ്ഥലത്തോട്ടും എല്ലാരെയും അനുവദിക്കുന്നത് വളരെ ശരിയാണ്. അത് അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കണം. താങ്കൾ പാട്ടുമുഖേന ഉത്തരം നൽകാമെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതിനെന്താ പാടിയേക്കാം. हमको किसके गम ने मारा, ये कहानी फिर सही, किसने तोड़ा दिल हमारा, किसने तोड़ा दिल हमारा, ये कहानी फिर सही, हमको किसके. ഇത് താങ്കൾ ശുഭ മുക്താറിന് വേണ്ടി പാകിസ്ഥാൻകാരോട് പാടിയ പാട്ടായിട്ട് എടുക്കും. ഞാൻ 2 സർക്കാരിന് വേണ്ടി പാടിയിട്ടുണ്ട്, എല്ലാ സർക്കാരിന് വേണ്ടി പാടിയിട്ടുണ്ട്. ഇവിടെ തന്നെ പാടിയാൽ അത് പ്രശ്നമാവത്തില്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ ധാരാളം പാകിസ്ഥാൻ പാട്ടുകാരുണ്ട്. പറഞ്ഞു. നൂർജഹാനുണ്ട്, മെഹന്തി ഹസനുണ്ട്, അബിതാബ് പർവീനുണ്ട്, ഫരീദ ഖാനം, മുന്നി ബേഗം, അതുപോലെ താങ്കൾ. നിങ്ങൾ എല്ലാവരുടെയും പാട്ടുകൾ ഇന്ത്യയിലെ റേഡിയോ സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ആകാശവാണിയിൽ കേൾക്കാം, വിവിധ് ഭാരതിയിൽ കേൾക്കാം. പക്ഷേ ഒരു ഇന്ത്യൻ സിംഗറിന്റെ ഞാനത് ഒരുപാട് കുറവായിട്ടാണ് കേട്ടിട്ടുള്ളത്. അതായത് റേഡിയോ സ്റ്റേഷനിൽ പോയി പാടുന്നതൊക്കെ വളരെ കുറവാ. അതായത് ഞാൻ എന്റെ പാട്ട് കേട്ടിട്ടുണ്ട്, ഞാൻ മറ്റുള്ള സിംഗേഴ്സിന്റെ പാട്ട് കുറവാണ് കേട്ടത് സത്യത്തിൽ. പക്ഷേ പാകിസ്ഥാനിൽ താങ്കൾ ഒരു പ്രാവശ്യം പോലും കേട്ട് കാണില്ലല്ലോ. ലതാ മങ്കേഷ്കറിന്റെ ഏതെങ്കിലും ഒരു പാട്ട് റേഡിയോയിൽ കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എന്നെ സംബന്ധിച്ച് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എല്ലാവരും എല്ലാ സ്ഥലത്തും പാടണമെന്നാണ്. അത് തീർച്ചയായിട്ടും സംഭവിക്കണം. ഇപ്പൊ ആ സാഹചര്യത്തെക്കുറിച്ച് പാടുകയാണെങ്കിൽ ഏത് പാട്ട് പാടും? ഇതിനു പകരം അത് എൻ്റെ അടുത്തൊരു പാട്ടുണ്ട്. मुद्दतें हो गई हैं चुप रहते, मुद्दतें हो गई हैं चुप रहते, कोई सुनता तो हम भी कुछ कहते हैं, मुद्दतें हो गई चुप रहते. മുഷറഫ് സാർ, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നല്ലേ പാടി. ഇല്ല, അദ്ദേഹം ചോദിക്കും അത്. മാഷാ അല്ലാ, അദ്ദേഹം എന്ത് സംസാരിച്ചാലും അത് വളരെ ശരിയായിട്ടേ പറയുള്ളൂ. അദ്ദേഹം നന്നായിട്ട് അത് മനസ്സിലാക്കും. അതായത് വലിയ വലിയ ആൾക്കാർ, ആക്ച്വലി ഞാൻ എന്താ പറയാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പക്ഷെ ചിലർ മുകളിലുള്ളവരും താഴെയുള്ളവരും രണ്ടുപേരും മനസ്സിലാക്കാനായിട്ട് വിടുന്നില്ലല്ലോ. അതായത് അത് ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വലിയ വലിയ ശക്തികളല്ലേ അവരൊക്കെ, വലിയ വലിയ ആൾക്കാർ. അവർ നമ്മളെ സ്വസ്ഥമായിട്ടിരിക്കാൻ വിടത്തില്ല. അതായത് അവരെ നമ്മൾ ഫോളോ ചെയ്യാണ്ട് നമ്മളായിട്ട് തന്നെ ഇരിക്കണം. ഇങ്ങനെ ആ ശക്തികൾക്ക് താങ്കൾ ഗസൽ പാടി കേൾപ്പിക്കണമെങ്കിൽ താങ്കൾ ഏത് പാട്ട് പാടും? ആ ശക്തികളെ കുറിച്ചാണോ ചോദിക്കുന്നത്? ശരി, ഞാൻ ആലോചിച്ചെന്തേലും പാടാം. हंगामा है क्यों बरपा, थोड़ी सी जो पीली है, डाका तो नहीं डाला, चोरी तो नहीं की है, हंगामा है क्यों बरपा,
शुद्ध पीली है। നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ചിട്ട് നമ്മുടെ ദാഹത്തിനുള്ള വെള്ളം കുടിച്ചാല് അവർക്ക് അതിൽ എന്താണ് പ്രശ്നം? നിങ്ങൾ അതിലൊരു ന്യായം പറയേ. അത് ഞാൻ അതായത് എന്റെ പാട്ട് മൂലമായിരുന്നു പറഞ്ഞിരുന്നത്. എന്തിനാ ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? താങ്കൾ പറഞ്ഞ ശരിയാണ്. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതെ, താങ്കൾ ഫസ്റ്റ് റോയിലിരിക്കുന്ന അദ്ദേഹം. നിങ്ങളുടെ ഗസലുകളൊക്കെ മനസ്സിനെ തൊടുന്ന പാട്ടുകളാണ്. നിങ്ങൾ ഈ ഗസലുകൾ ആ ഭയമുണ്ടാക്കുന്ന ആളുകളുടെ മുന്നിൽ പാടണം. അപ്പോഴേ അവര് തോക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഹാർമോണിയം കയ്യിലെടുക്കാൻ തീരുമാനിക്കൂ. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യൂ സർ. തീർച്ചയായിട്ടും പാടിയേക്കാം. പാടിയേക്കാം. ഞാനിത് ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പൊ തന്നെ തുടങ്ങിയേക്കൂ. ഓ, അതിനെന്താ, തുടങ്ങിയേക്കാലോ. ഇപ്പൊ തന്നെ ചെയ്യാം. ഇപ്പൊ തന്നെ. अपनी धुन में रहता हूँ, अपनी धुन में रहता हूँ, मैं भी तेरे जैसा हूँ, अपनी धुन में रहता हूँ। ओ पिछली रुत के साथी साथी, ओ पिछली रुत के साथी, ओ पिछली रुत के साथी, ओ पिछली रुत के साथी, अब के बरस मैं तन्हा हूँ, अपने रहता हूँ। അതായത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ എൻ്റെ ലോകത്തിൽ തന്നെ ഉണ്ടാവും. ഞാനിവിടെ ഉള്ള എല്ലാവർക്കും അത് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവർക്കും ഞാനൊരു കാര്യം പറയുവാണ്. നിങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയും അവരും അവരുടെ സംഗീതത്തോടൊപ്പം അതിൻ്റെ സ്വരത്തിൻ്റെ ഒപ്പം ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ വളരെ നന്നായിരിക്കും. താങ്കളെപ്പോലുള്ള കലാകാരന്മാരുടെ മേൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അതെ അതെ. രണ്ട് രാജ്യങ്ങൾക്ക് നടുവിലുള്ള ആ ബന്ധം, അതെ, അത് നന്നാക്കാൻ വേണ്ടി ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാനും ഒരുപാട് വർഷമായിട്ട്, അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ജോലി തന്നെ ഞാൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ, അതായത് ഞാൻ എവിടെയൊക്കെയാണോ പോയിരിക്കുന്നത്, ഞാൻ പോയ സ്ഥലത്തൊക്കെ ഇത് മാത്രമാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത്. സ്നേഹവും വാത്സല്യവും ഇതെല്ലാം മാത്രമല്ലാണ്ട് അവിടെ പോയതിനു ശേഷം, അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ഇത് മാത്രമേ സംസാരിച്ചുകൊണ്ടിരിക്കുള്ളൂ. അവിടെ പോയാലും എനിക്ക് കിട്ടുന്ന സ്നേഹവും വാത്സല്യവും ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്റെ പാട്ട് നിങ്ങൾ കേൾക്കുന്നു, അത് രസിക്കുന്നു. എവിടെ പോയാലും എന്റെ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കും. കാരണം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫലമേ ഉള്ളൂ, ഒരു വൃത്തികേടും ഇല്ലല്ലോ. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? ചേഞ്ച് നടന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ചേഞ്ച്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ചു കാലത്തിന് എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു സത്യത്തിൽ. ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. അതെല്ലാം കൂടെ അങ്ങോട്ട് മാറട്ടെ. ഇപ്പൊ ആ സാഹചര്യത്തെക്കുറിച്ച് പാടുകയാണെങ്കിൽ ഏത് പാട്ട് പാടും? ആ സാഹചര്യം മാറി നന്നായിട്ട് മാറാനായിട്ട് ഞാൻ എന്ത് പാട്ടാന്ന് വെച്ചാല്, दिल में एक लहर सी उठी है अभी, दिल में एक लहर सी उठी है अभी, कोई ताजा हवा चली है अभी, दिल में एक लहर सी उठी है अभी। നന്ദി.